നാരായണസ്വാമി ഗോവിന്ദ വാടാ വാ. ഇനി എന്നെ ആർക്കും തൊടാൻ കഴിയില്ലടാ. എന്താണ് കാര്യം? എന്താന്ന് വയാഗ്രയാടാ വയാഗ്ര. എന്റെ വണ്ടിയിൽ സായിപ്പ് കയറി അയാൾ തന്നതിൽ ഭേദം നായി കൊടുക്കുന്നടാ. എന്നടാ ഇത്? ഓമ്പ് കൂട്ട സാധനോടാ, കത്തിക്കടാ. ശബ്ദം ഉണ്ടോന്ന് അറിയാമല്ലോ. ഞാനെന്തിനാടാ വരുന്നേ? ഹലോ, ജീവയാണോ? നിന്റെ മാത്തപ്പം കാണിക്കുന്ന പരാക്രമം വന്ന് കാണാം. സ്വപ്നയുടെ വീട്ടിൽ പോണം, വണ്ടി എടുത്ത്. ഇത് കണ്ടോ? ഇത് കുടിച്ചു കഴിഞ്ഞാൽ 6 റേസ് കാറിന്റെ സ്റ്റിക്കർ കാണാം. കുടി 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 കുടി. നീ റീൽ ഓടിക്കുന്നു, ഞാൻ റേസ് കാർ ഓടിക്കുന്നവനാ. എന്റെ അടുത്ത് വിലൊന്നും വേണ്ട, വണ്ടി എടുക്കടാ. എന്ത് വില? വണ്ടി എടുക്കടാ. ചുമ്മാതിരിക്കണ വിവരക്കേട് പറയാം. ഒരു സുന്ദരിയായ പെണ്ണിന്റെ അടുത്തോ നീയും അങ്ങനെ തന്നെ പോണ്ടേ? ഇപ്പൊ എന്താ കുഴപ്പം? മുഖത്ത് ഗ്രീസാണ്, ഇങ്ങനെ പോകാൻ പാടില്ലടാ. അതിനാണ് ഞാൻ അടിപൊളി സിംഗപ്പൂർ സെന്റ് വെച്ചിരിക്കുന്നത്. ഇത് മുഖത്തോട്ട് പെരട്ടിയാലുണ്ടല്ലോ കംപ്ലീറ്റ് ഗ്രീസും പോവും, സുന്ദരനാകും. മനസ്സിലായോ? സ്പ്രേ ചെയ്യും. കണ്ണൂർ നോക്കോ. എന്റെ ഭാഗ്യം മമ്മി ഡാഡി ഇവിടെ ഇല്ലാത്തത്. ജീവ, ഇപ്പൊ എന്ത് ചെയ്യുമെന്ന് പറ. ഞാൻ എന്ത് പറയാനാ? എല്ലാം നീ കാരണം. അല്ല, നിന്റെ ഡോഗ് കാരണം. മര്യാദയ്ക്ക് ഒരു വഴി പറ. ജീവ, ഇവിടെ അടുത്തൊരു പെറ്റ് ക്ലിനിക് ഉണ്ട്. ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവന്ന് സോൾവ് ആക്കി തരും. പെറ്റ് ക്ലിനിക്കിലേക്ക് മാത്രം കൊണ്ടുവന്നില്ലേ? കൊണ്ടുവരാൻ പറ്റുന്ന കണ്ടീഷൻ അല്ലടാ. ഒന്ന് വാ. പെറ്റ് ക്ലിനിക്ക് താഴെ. ഇവരെന്തിനാ സെക്സ് ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നേ? വാ വാ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. എന്റെ സർവീസിൽ ഇവിടെ വരുന്നവരെല്ലാം പമ്മി പമ്മി തനിയെ വരുന്നതേ കണ്ടിട്ടുള്ളൂ. നിങ്ങളെന്താ കൂട്ടമായിട്ട് അതും ഒരു പെണ്ണിനെയും കൊണ്ട് വന്നിരിക്കുന്നേ? ഇറ്റ്സ് ഓക്കെ. പേഷ്യന്റിന്റെ പേര് പറയേ. മാത്തപ്പൻ. എന്തു പറ്റി? എന്താ പ്രശ്നം? എന്താ ഇത്? പ്രശ്നം പറയാൻ തന്നെ എന്തിനാ ഇങ്ങനെ പെടാപ്പാട് പെടുന്നത്? കറക്റ്റ് ഡോക്ടർ. ആ കാര്യം തന്നെയാണ് അറിയേണ്ടത്. മാത്തപ്പൻ വയാഗ്ര കഴിച്ചു. ഡോക്ടറെ, ഒരു ചെറിയ ഗുളിക ഇത്രയും വലിയ പ്രശ്നം അറിഞ്ഞില്ല ഡോക്ടറെ. സ്റ്റുപ്പിഡ്. നാണമില്ലേ നിങ്ങൾക്കാർക്കും? ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക. നമ്മളെന്താ അമേരിക്കയിലാ? ഇന്ത്യയിൽ തന്നെയല്ലേ? ആവശ്യക്കാർ മാത്രം വരാതെ ഒരു നാണോ ഇല്ലാതെ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത്. കണ്ണുകൊണ്ട് കണ്ടത് ഞങ്ങളാ ഡോക്ടർ. ഞാൻ കല്ലുകൊണ്ട് അറിയാന്ന് പറഞ്ഞു ഡോക്ടർ. ഇവരാരും കേട്ടില്ല ഡോക്ടർ. നല്ല കാര്യം, രക്ഷപ്പെട്ടു. കല്യാണം കഴിഞ്ഞോ? ഓ, ലവേഴ്സ് ആണോ? അങ്ങനെയും പറയാം. ഇത് പ്രേമമൊന്നുമല്ലേ ഡോക്ടർ, ഇതവരുടെ സീസൺ അല്ലേ? സീസണോ? കുട്ടി, പ്രശ്നം എന്താന്ന് അറിയില്ലേ? പിന്നെ എന്തിനാ ഇങ്ങനെ അടുത്തിരിക്കുന്നേ? മിണ്ടാതെ ഒരാഴ്ച എവിടെയെങ്കിലും മാറി നിൽക്ക്. ഞാൻ എന്തിനു പോണം? ഇവനോട് പിടിച്ച് കെട്ടിയിടാൻ. അതൊന്നും കേട്ടാൻ പറ്റില്ല. പാഞ്ഞു വരിക ഡോക്ടർ. എന്താടോ ഇത്? കേട്ടിട്ട് പൂച്ച പാല് കുടിക്കുന്ന പോലെ ഉണ്ടല്ലോ. ഇത് ശരിയാവൂല. അകത്തേക്ക് വാ. എനിക്ക് മനസ്സിലാവുന്നില്ല ഡോക്ടർ. എന്നെ എന്തിനാ ചെക്കപ്പ് ചെയ്യുന്നേ? നീയല്ലേ വളർത്തുന്നത്? അതാ പറഞ്ഞു. ഞാനായിട്ട് വളർത്തിയതല്ല ഡോക്ടർ. വേണേ പറയേ, അഴിച്ചുവിടാം. എവിടെങ്കിലും പോയി പ്രശ്നം ഉണ്ടാക്കട്ടെ. അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? അയ്യോ, ഇത്രയ്ക്ക് മോശമായിട്ട് പറയാതെ. ഡോക്ടർ, മിണ്ടാതെ കോർപ്പറേഷനെ ഫോൺ ചെയ്ത് പിടിച്ചു കൊടുത്തേ. അതെന്റെയാ. എന്തടോ ഇത്? പ്രശ്നമായിട്ട് ലോകം അറിയുന്ന ഒരു സെക്സ് ഡോക്ടറുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ ഇത്? എന്താണ് ഇങ്ങനെ പറയുന്നത്? അപ്പൊ ഈ നായ്ക്കുട്ടി ഇതെല്ലാം ടേബിളിൽ ഒരു ഭംഗിക്ക് വെച്ചേക്കുന്നതല്ലേ? അപ്പൊ ഇത് പെറ്റ് ക്ലിനിക് അല്ലേ? അപ്പൊ നിങ്ങൾ എന്റെ പേഷ്യൻസ് അല്ലേ? പെറ്റ് ക്ലിനിക് താഴെ.
എന്താ ബ്രദർ, ഓട്ടോ റിപ്പയർ ആണോ? നീ നിന്റെ ജോലി നോക്കി പോടാ, മനുഷ്യനാകെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴേ. ടെൻഷൻ ആകാതെ ബ്രദർ, ടെൻഷൻ ആകാതെ. സ്റ്റാർട്ട് ആകുന്നു, ഗിയർ വീഴുന്നു, പക്ഷെ വണ്ടി മൂവ് ആകുന്നില്ല. അതല്ലേ നിന്റെ പ്രോബ്ലം? ഒന്ന് പോടാ അവിടുന്ന്, ദേ മെക്കാനിക്ക് വരുന്നുണ്ട്. എന്താ ബ്രദർ, നിക്ക്. എന്താ ബ്രദർ, ഒരു ഓട്ടോക്കാരനെ ഹെൽപ്പ് ചെയ്യാൻ പാടില്ല. ഇതുപോലെ ചെറിയ കാര്യത്തിന് മെക്കാനിക്ക് എന്തിനാ? എത്ര അടിച്ചിട്ട് സ്റ്റാർട്ട് ആവുന്നില്ല. ഞാൻ ശരിയാക്കി തരാം ബ്രദർ. പോടാ കോപ്പേനി, എന്റെ ജോലി കൈയിടാതെ. അടി. ഏയ് നിങ്ങൾ ഇതല്ലേ? എന്താ ബ്രദർ, ഞാൻ പറഞ്ഞില്ലേ ബ്രദർ, ഐ ആം വെരി എക്സ്പേർട്ട്. ഞാൻ ശരിയാക്കി തരാം. നിങ്ങളുടെ ചെക്കന്മാരെ ഒന്നും വിശ്വസിക്കരുത്. പോടാ, ദേ മഹാനായൊരു മെക്കാനിക്ക്, അവനെ കൊണ്ട് ശരിയാക്കിച്ചോ. ഞാൻ മഹാനായ മെക്കാനിക്ക് തന്നെടാ, നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ ശരിയാക്കി തരാം. ടേക്ക് ഇറ്റ് ഈസി, സ്മോൾ പ്രോബ്ലം. നോക്ക്. ദിസ് ഈസ് പ്രോബ്ലം, ദിസ് ഈസ് ഓൺലി വൺ ദ പ്രോബ്ലം. ഇപ്പൊ നോക്ക്, ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തേ. എന്താടാ ഇത്, നിനക്ക് ലൂസാ? കണ്ണാടി തിരിച്ചു വെച്ച് എങ്ങനെയാണ് വണ്ടി ഓടുന്നത്? ഇത് തന്നെയാ ഞാനും ചോദിച്ചത്. എന്നാ മൂവ് ആകും. കേറിക്കോ, ഇരിക്കേ. അടി, അടര, അടിയടാ. സ്റ്റോപ്പ്. വേറൊരു ഐഡിയ. ഓട്ടോ. നിർത്ത്. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തേ. നോ ഡൗട്ട് ബ്രദർ, സ്റ്റാർട്ട് ചെയ്യേ. അടിയടാ. ഏയ് നാരായണ സ്വാമി, അത് കണ്ടോ? എന്തേടാ? പങ്കു എന്താടാ? നിന്റെ ടെക്നിക്ക് യൂസ് ചെയ്ത് ഒരു ഓട്ടോയുടെ കണ്ണാടി അഡ്ജസ്റ്റ് അവൻ എന്നെ അഡ്ജസ്റ്റ് ചെയ്തടാ. ഇപ്പോ ടപ്പേന്ന് തിരിഞ്ഞ് നോക്കാം. നിനക്ക് തന്നെ കിട്ടിയാ? നേരം അതാണ്. ഡോക്ടർ ഫീസ് ലാഭം. ഹലോ, ഇതെന്താ എൽ ബോർഡ് സ്കൂളോ അതോ ലവ് ബേർഡ് സ്കൂളോ? ആരായി ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നത്? കാർ ഓടിക്കണം എന്ന് പറഞ്ഞ എന്റെ മോളോട് വന്നിട്ട് പഠിപ്പിച്ചു കൊടുത്ത് അവളെ അടിച്ചോണ്ട് പോയാ? ഞാനല്ലേ, നീയല്ലടാ. ഇവിടെ ഇപ്പോ ആരാ ഇല്ലാത്ത അവൻ തന്നെ. നിങ്ങളുടെ മോളോട് ചോദിക്കണം. അയ്യോ, എന്നെ കൊല്ല് ജീവ. ഇയാളെ കൊന്ന് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂൾ ഇവിടെ കെട്ടിക്കാൻ പോകുന്ന സക്രിയ ഒരു ദ്രോഹിയാ. എതിരാളി എപ്പോ വേണമെങ്കിലും നേരിടാം, പക്ഷെ ദ്രോഹിയെ ഉടനെ നേരിടണം. ആ കള്ളനെ അവിടെ തന്നെ കെട്ടിയിട്. തൂത്തുക്കുടിയില് എടാ അളിയാ, തൂത്തുക്കുടിയിലടാ, നമ്മുടെ തൂത്തുക്കുടിയില. അയ്യോ സോറി സർ, വെരി സോറി. കുഴപ്പമില്ല. എന്റെ ഷട്ടിൽ വീണ വെറ്റിലക്കറ കുഴപ്പമില്ല, പക്ഷെ ഇപ്പൊ അവനെ കിട്ടിയ അവന്റെ ഷട്ടിൽ മുഴുവൻ രക്തക്കറയാ. രാഷ്ട്രീയക്കാരനാന്ന് തോന്നുന്നു. അല്ല സാർ, ഈ തൂത്തുക്കുടിയിൽ എവിടെയാ? ഇപ്പൊ തൂത്തുക്കുടി പോലീസ് സ്റ്റേഷനിലുണ്ട്. അവിടുത്തെ എസ് ഐ എനിക്ക് വേണ്ടപ്പെട്ട പയ്യനാ. എടാ എടുക്കടാ അംബാസിഡർ. സാർ ഞാനും വരാം. സബാഷ്. ചെറുപ്പമാണെങ്കിൽ നീ പേരൻസിനെ സപ്പോർട്ട് ചെയ്യുന്നവനാ. ചുമ്മാതിരിക്കും സാറേ, അവൻ നിങ്ങളുടെ മോളെ മാത്രമല്ല കൊണ്ടുപോയത്, എന്റെ കാറിന് അത് കെട്ടി കൊണ്ടുപോയത്. ആ കാർ എനിക്ക് മോളെ പോലെയാ. അമ്മേ, പെങ്ങളെ കൂട്ടിക്കൊണ്ടുവരാം. എന്താ എന്റെ മോള് നിന്റെ പെങ്ങളോ? കാറാ സാറേ. എന്റെ അമ്മയ്ക്ക് മോളെ പോലെ ആണെങ്കിൽ എനിക്ക് പെങ്ങളെ പോലല്ലേ. അപ്പൊ നിങ്ങളുടെ മോള് നിങ്ങാരായി? ഒരുപാട് ഓവറാക്കലടാ. ജീവ, നിനക്ക് പോണോന്ന് നിർബന്ധമാണോ? എനിക്ക് ഒന്നുമില്ലമ്മേ. ഞാൻ പോയില്ലെങ്കിൽ സക്കറി ആ വണ്ടി കയറി ജോളിയായിട്ട് കറങ്ങി നടക്കും. പിന്നെ എനിക്കൊരു ഉത്തരവാദിത്തമില്ല, ഞാൻ പറഞ്ഞല്ലോ. ശരി. തൂത്തുക്കുടിക്ക് ഈ ഡ്രസ് ഇട്ടോണ്ട് വരാൻ പോണേ? അല്ല, ഈ തൂത്തുക്കുടി പോകാൻ പ്രത്യേക ഡ്രസ് ഉണ്ടോ? അതല്ലടാ, ഇയാൾ ബെഡാ പാർട്ടിയെ. അവിടെയുള്ള പോലീസുകാരെല്ലാം ഇയാളുടെ സ്വന്തക്കാരാ. അതുകൊണ്ട് ഇയാൾ മകളെ കിട്ടിക്കഴിഞ്ഞാ നമ്മളെ ലോക്കപ്പിലാക്കില്ലെന്ന് എന്താ ഉറപ്പ്? അത് ശരിയാണല്ലോ സ്വാമി. ഞാൻ ഇന്ന് വരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല. എന്ത് ഡ്രസ് ഇട്ട് പോണം? നല്ല സെറ്റപ്പായിട്ട് ഗെറ്റപ്പായിട്ട് പോണം. നീ തന്നെ ഗെറ്റപ്പിന്റെ രാജാവല്ലേ? വീണ്ടും ഗെറ്റപ്പോ? വെള്ളമുണ്ട്, വെള്ള ഷർട്ട്. പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോ പോലീസ് ഡ്രസ്സോടെ പോണം, ഇല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഡ്രസ്സോടെ പോണം. അതാണ് മര്യാദ. നബടി പ്രേമിക്കണമല്ലടാ. സാർ, ചെവി കേൾക്കുന്നില്ല സാർ. എന്താടാ ചെവി കേൾക്കുന്നില്ലെന്നോ? എന്താ പറ്റിയോ? അതൊന്നുമില്ല അളിയാ. അതിനു മുമ്പ് തന്നെ മാലെങ്കിലും എല്ലാമായിട്ട് തൊപ്പക്കുളം ക്ഷേത്രത്തിൽ നിന്ന് പൊക്കിയില്ലേ? എടാ താൻ തോന്നി
എന്റെ വണ്ടി അടിച്ചോണ്ട് പോകാൻ നീ. ശരിയായ നേരത്തെ വന്ന് രക്ഷപ്പെടുത്തി. ഇവരുടെ ടോർച്ചറിന് താങ്ങാൻ പറ്റുന്നില്ല. ഇദ്ദേഹത്തോടൊപ്പമാ ഞാൻ ജോലി ചെയ്യുന്നത്. അളിയ എന്നെ പെടുത്തി കളഞ്ഞല്ലോ അളിയ. ആരടാ? എന്റെ ജീവന് തന്നെ ഭീഷണിയായതുപോലുണ്ട്. ആര്? ഞാൻ? അതെ, ഞാനൊരു പ്രാരബ്ധക്കാരനാ. ഇടാ ആ ചെയർ ഇങ്ങോട്ട് നീക്കിയിട്. അദ്ദേഹത്തോട് ഇരിക്കാൻ പറയും. ഇരിക്കാൻ പറ. കണ്ടോ ഇരിക്കാൻ ഈ പറ. ഡ്രസ്സിലൊരു ഗെറ്റപ്പ് കണ്ടോ? അയാളെ ഞാനാ കൂട്ടിക്കൊണ്ട് വന്നേ. എന്നെ ഇവിടെ വന്ന് കാലം നിർത്തിയിട്ട് അയാളെ ചേർന്ന് നിക്കളിയാ നിക്ക്. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്താ നിന്റെ ഈ താലി ഉണ്ടോടാ? എന്താ? താലി ഉണ്ടോന്ന്? ഉണ്ടല്ലോ സാർ. താലി ആ, ഒട്ടിയിട്ട ആ, പെണ്ണിനെ ടേപ്പ് എടുത്തോ? ഇവരോട് വന്നേ. ടേപ്പ് ഓൺ ചെയ്യും. ആ ശരി സാർ. ഓൺ ചെയ്യും, ഓൺ ചെയ്യും. എന്തിനാന്ന്? താലി എടുത്തോ? എന്നെ കെട്ടറാ. താലി ഇടറാ, വേഗം താലി ഇടറാ. താലി കെട്ടില്ലേന്ന് പറയുന്നേക്ക്. എന്നെ വിടറാ. നീ ആക്ഷേപിച്ചടാ. എന്നെ ജാതിക്കാരെ മുഴുവൻ നീ ആക്ഷേപിച്ചടാ. ചുമ്മാ ഇല്ല. ആരെടുത്ത് അവൻ ജോലി ചെയ്യുന്നത്? ആരെയാ നിങ്ങൾ പിണക്കാൻ നോക്കിയത്? എന്റെ കാലിലല്ല വീഴേണ്ടത് അവിടല്ലേ? എന്താടാ എന്റെ കാല് വീഴാതെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നേ? അവനാരുടെ വലിയ തലയാണോ? നിങ്ങൾ പറഞ്ഞാലും ഇല്ലേലും തൂത്തുക്കുടിയിലെ വലിയ തല ഇത് തന്നെ. എന്താണ് തലേന്ന് പറയുന്നത്? അലിയ ഇത് പിടിക്ക്. മരുമോനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു. പെങ്ങൾക്ക് വലിയ സന്തോഷമാവും. എനിക്ക് നീ സമ്മാനം തരുന്നോടാ. ഏതോരത്തിന് എന്റെ മോളെ പിടിച്ചു കൊടുത്തിട്ട് അവൻ ആരടാ നിന്റെ? ഇനി നിന്റെ മുഖം മാത്രമല്ല, തൂത്തുക്കുടിക്കാരുടെ ഓരത്തിന്റെ മുഖം എനിക്ക് കാണണ്ട. ഒക്കെ നീ. അയ്യോ ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഈ ഗെറ്റപ്പിന്റെ എടാ, ഗെറ്റപ്പിന്റെ. നമസ്കാരം. നിനക്കാ? എനിക്കോ? ഗെറ്റപ്പ് കണ്ടിട്ടാടാ, ഗെറ്റപ്പ്. തലേ 40 ദിവസമായിട്ട് കടലിൽ മീൻ പിടിക്കാൻ പോകുന്നില്ലല്ലോ. പണം കുറച്ച് കുറവാണ്. ഒന്നും വിചാരിക്കരുത്. താത്താ ഗെറ്റപ്പ് ജീവാ, ഗെറ്റപ്പ്. നീ ഏതോ വലിയ നേതാവാന്ന് വിചാരിച്ചാ? എന്നെ വിഡ്ഢിയാക്കലടാ. നിന്നെ ആരോ ഗുരു എന്ന് വിളിക്കുന്നടാ. ഫെർണാണ്ടസ് ചരക്ക് ഇറക്കുന്നതിന് വേണ്ടി തന്ന ബാലൻസ് കാശ് എണ്ണി നോക്ക്. കുറഞ്ഞ ഈ സെമി ജോസഫിനോട് ചോദിക്കണ്ട. എല്ലായിടത്തും പോലീസുണ്ട്. ഇതിനെന്താ പറയാൻ പോകുന്നത്? ഇതും പാർട്ടി വകുപ്പ് തന്നെയാ. വെറുതെ ഒരു കോഡ് പറഞ്ഞതേ ഉള്ളൂ. ഇഡിയറ്റ്. എന്താടാ ഇത്? നിനക്ക് ഒട്ടും വിവരമില്ലേടാ. അവിടെ ഒരു തല സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഹോൺ മുഴക്കി വെറുതെ എന്റെ തല എന്തിനാടാ കളയുന്നത്? ഏയ്, സിനിമയിൽ അഭിനയിക്കണം. എന്താടാ നോക്കുന്നേ? അയ്യ, പെട്രോൾ അടിക്കടാ. ഏയ്, ഞാനിത് ആരോടെ ഈ പറയുന്നത്? ടാങ്ക് വിടടാ, ഇവിടെ ഒഴിക്കേ. എന്താ എന്ത് പറ്റി? എടാ വാളിന് വെട്ടിയതാ. അനിയ, ഇവിടെ ഹോസ്പിറ്റൽ എവിടെയാ? വേണ്ടതല്ല, തൂത്തുക്കുടി ഹോസ്പിറ്റൽ വേണ്ടതല്ല, കോയിൽപ്പെട്ടി ഹോസ്പിറ്റൽ മതി. കാശ് എവിടെ? ചോദിച്ചിട്ടില്ലേ? കൊടുക്കേ. നീ കൊടു. എടാ 2 കൊടുക്കടാ. എന്ത് കഷ്ടം ഇവന്റെ കാര്യം. ഡോക്ടർ, എത്ര ചെലവായാലും പ്രശ്നമില്ല. ഇയാൾ എങ്ങനെ രക്ഷിക്കണം? രക്തവും കൊടുത്ത് പണവും തന്നല്ലോ. അഡ്രസ്സോ? കെയർ ഓഫ് തമിഴ്നാട്. എന്നാ ഡോക്ടർ, മുഴുവൻ അഡ്രസ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഉണ്ടെങ്കിൽ മണി ഓർഡർ അയച്ചേക്ക്. എന്താടാ ഇവിടെ വന്ന് കിടക്കുന്നേ? എന്ത് പറ്റി നിനക്ക്? നല്ല കാര്യം. എന്തോ സാക്ഷി പറയാമെന്ന് പറഞ്ഞിരുന്നല്ലോ. എന്തായാലും കറക്റ്റായി. ഇല്ലെങ്കിൽ തീർന്നു പോയേനെ. നമുക്ക് നോ മെൻഷൻ, നോ മെൻഷൻ. നമസ്കാരം. നിന്റെ ചെരുപ്പ് അവസാനം പോലീസ് വന്നു. അവര് നിന്നെ കൊലക്കേസ് സാക്ഷിയാക്കി എന്ത് ചെയ്യും? സർ, തൂത്തുക്കുടി സമുദ്രക്കനിയുടെ ആളുകളാ എന്നെ വെട്ടിയത്. ആരെ പറ്റിയാ പറഞ്ഞെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? ഇത് ധൈര്യമായിട്ട് കോടതി പറയുമല്ലോ. കിട്ടാനുള്ള എനിക്ക് കിട്ടി. ഇനി ഞാൻ എന്തിനാ സാറേ പേടിക്കുന്നേ? എന്നെ വെട്ടിയത് സമുദ്രക്കനിയുടെ ആൾക്കാരാ.